ഗൈസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം എല്ലാവരും ഒരേ സ്വരത്ത് പറയുന്നു ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം എന്തായിരിക്കും, കട്ട് ഓഫ് എത്രത്തോളം ഉയരും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 2024 720 മാർക്ക്, ഏകദേശം 10ലേറെ കുട്ടികൾ നടത്തിയ എക്സാം ഉണ്ട്, 10ലേറെ കുട്ടികൾ നേടിയ എക്സാം ഉണ്ട്. ആ ലെവലിലേക്ക് പരീക്ഷ എളുപ്പമായിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം, നമ്മളെ ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാം. യെസ് റിഷാദ് സാർ, ഒറ്റ ക്വസ്റ്റ്യൻ, കെമിസ്ട്രി എളുപ്പമാണെന്ന് പറഞ്ഞു, 2024 അത്രയും എളുപ്പമാണോ? അതേ ലെവൽ തന്നെയാണ്. അതേ ലെവലാണ്. നിങ്ങളുടെ അഭിപ്രായം? അതേ ലെവലിലാണുള്ളത്. സെയിം ലെവൽ. ഓർഗാനിക് വളരെ ഈസി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2024 സെയിം പാറ്റേൺ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക് അടിക്കും. ഒരുപാട് കുട്ടികൾക്ക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് അടിക്കും. ഓക്കെ, ഇവിടെ യെസ്, എന്താ അവസ്ഥ? ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്, അതായത് ചോയ്സ് ഇല്ലാത്തതുകൊണ്ട്. ചോയ്സ് ഒരു പാർട്ട് അല്ലാതെ ക്വസ്റ്റ്യന്റെ നിലവാരത്തിൽ 2024 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2024 അത്രത്തോളം എന്നാലും നല്ല നല്ല എല്ലാം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, ഏകദേശം പറയാം. അപ്പൊ കെമിസ്ട്രി ടീം പറയുന്നത് 2024 അതേ ആവർത്തനം എന്നാണ്. ഫിസിക്സിൽ അവർ പറയുന്നത് കുറച്ചൊക്കെ ഒരു ടഫ് ഉണ്ട്, പക്ഷേ ഏകദേശം ആ ലെവലിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2024 ഒന്നോ രണ്ടോ ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അത് മാറ്റി എഴുതാനുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ടൈമും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതില്ല എന്നുള്ളതാണ് കെമിസ്ട്രിക്ക് ആകെയുള്ളൊരു വ്യത്യാസം. ഫിസിക്സ് കുറച്ച് ടഫ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിക്കാരോടും കൂടെ ചോദിച്ചു നോക്കാം. അവരിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചാടി ചോദിക്കാം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഒറ്റ ചോദ്യം, 2024 ആവർത്തിക്കുമോ ബയോളജിയുടെ കേസിൽ? അത് സാധ്യതയില്ല. ഇല്ല. എന്തുകൊണ്ട്? ബോർഡിലുള്ള ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. എല്ലാ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ഇപ്പൊ ഈ വരെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി 2024 സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഓപ്ഷൻ നോക്കി, ഇപ്പോൾ എ ആണ് കറക്റ്റ് എങ്കിൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത്തവണ രണ്ട് ക്വസ്റ്റൻ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് സുവോളജിയിൽ അങ്ങനെ വന്നിട്ടില്ല. അതായത് 2-3 സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ അത് അറിയാമെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റിയ ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും സുവോളജിയിലില്ല, വന്നിട്ടില്ല. ബോട്ടണിയിൽ 1-2 വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, 2024 അല്ല എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ ആലോചിക്കാം.